നമസ്കാരം. ഈയിടെ നടന്ന ഇന്ത്യൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ BJPക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടാതിരുന്നിട്ട് പോലും BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി RSSൻ്റെ മനുഷ്യത്വപരമായ പല നയങ്ങൾക്ക് നേരെയും അതുപോലെ സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് നേരെയും കണ്ണടച്ച് ആരെയും കൂസാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്കും അതുപോലെ BJPക്കും പാർലമെൻറ്റിൽ ഒറ്റക്ക് ഭൂരിപക്ഷം നൽകാതെ ഇന്ത്യൻ ജനത കടുത്ത രാഷ്ട്രീയ ശിക്ഷ നൽകിയിരിക്കുകയാണ്. പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടെന്ന നകളിപ്പിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഓപ്പോസിഷൻ പാർട്ടികളുടെ നേതാക്കളെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കൊണ്ടും CBI കൊണ്ടും വേട്ടയാടി ഓപ്പോസിഷൻ പാർട്ടി നേതാക്കളെയും അവരുടെ പാർട്ടികളെയും ഒന്നൊന്നായി നശിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന BJPക്ക് ജനങ്ങളിപ്പോൾ കൊടുത്ത ശിക്ഷ വളരെ കൂടുതലാണ്. കേന്ദ്രത്തിൽ ഗവൺമെൻറ് ഒരിക്കൽ കൂടി ഉണ്ടാക്കി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നെങ്കിലും RJDയുടെയും തെലുങ്കുദേശം പാർട്ടിയുടെയും മുന്നിൽ ഓച്ചാനിച്ചു നിന്ന് അവരെ പേടിച്ച് ഭരിക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്കാണ് നരേന്ദ്രമോദിയെ ഇന്ത്യൻ ജനത കൊണ്ടെത്തിച്ചിരിക്കുന്നത്. 2014 BJPക്ക് അധികാരം കിട്ടിയത് മുതൽ കോൺഗ്രസ് മുക്ത ഭാരതമാണ് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് നാടുനീളെ വിളിച്ചു പറഞ്ഞ നരേന്ദ്രമോദി ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയമായ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടുകൊണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. 400-ൽ കൂടുതൽ പാർലമെൻറ്റ് സീറ്റ് ലഭിച്ചാൽ ഇന്ത്യൻ ഭരണഘടന പോലും മാറ്റും എന്ന് പല BJP നേതാക്കളും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചില്ല ഇന്ത്യയിലെ ജനങ്ങൾ BJPയെ പണിഷ് ചെയ്യാൻ 24 മണിക്കൂറും കാത്തിരിക്കുകയായിരുന്നു എന്ന്.